നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു കളിയാണ് കണ്ടത്, എന്തൊരു പോരാട്ടമാണ് ജപ്പാൻ കാഴ്ചവെച്ചത്. ബ്രസീൽ പക്ഷേ ഒടുവിൽ ജപ്പാനീസ് പരീക്ഷ പാസ്സായി. കളി കണ്ടപാടെയുള്ള ഒരു 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 ക്യുക്ക് റിവ്യൂ, വിശദമായ ഒരു അനാലിസിസൊക്കെ നമുക്ക് നാളെ ആവാം. ഷിയാബ് സാറേയും കൂട്ടിക്കൊണ്ട് നമുക്ക് പോഡ്കാസ്റ്റിൽ വിശദമായ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കണം. പക്ഷേ ഇപ്പോൾ കളി കണ്ട ആവേശത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് ഡീപ്പ് അനാലിസിസ് അല്ല. എന്താ പറയേണ്ടതെന്നറിയില്ല. ബ്രസീൽ ജപ്പാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇതാ റൗണ്ട് ഓഫ് 16 കടന്നു പോയിരുന്നു. പക്ഷേ ഏഷ്യൻ ടീമായ ജപ്പാൻ കടുത്ത വെല്ലുവിളി ബ്രസീലിന് ഉയർത്തി. അത് സമ്മതിച്ചേ പറ്റൂ. കളിക്ക് മുമ്പ് തന്നെ ബ്രസീലിനെ തീർക്കും, ബ്രസീലിനെ ഞങ്ങൾ ഇതാ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ അവരുടെ കോച്ചും താരങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഹൂസ്റ്റൺ NRG സ്റ്റേഡിയത്തിൽ ഈ മത്സരത്തിനായിട്ട് ജപ്പാനീസ് ഡെലിഗേഷൻ വന്നപ്പോൾ അവരുടെ ഇറ്റാക്കുറ മാധ്യമങ്ങളോട് പറഞ്ഞെന്താണെന്നറിയോ? വി ആർ ഗോയിങ് ടു ബീറ്റ് ബ്രസീൽ, ഞങ്ങൾ ബ്രസീലിനെ തോൽപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെത്തിയത്. വാവ്, വല്ലാത്തൊരു ആത്മവിശ്വാസത്തിൻ്റെ പരകൂടിയിലായിരുന്നിരിക്കണം അവർ. അവരുടെ ആദ്യ ലെവലിൽ ഉയേദയും മയേദയും ഇറ്റോയും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നു. നക്കാബുഴയും കബാഡയും സാനോയും ഡോയനുമൊക്കെ അവർക്ക് പിന്തുണയെക്കൊണ്ട് പിന്നാലെയുണ്ടായിരുന്നു. ഇറ്റോയും അതുപോലെ ടനിഗൂച്ചിയും ടൊബിയാസുവും ഡിഫൻസ് കാത്തു. സുസൂക്കി ഗോളുകൾ തടയാനുണ്ടായിരുന്നു. ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റയാനും കുഞ്ഞയും വിനി ജൂനിയറും, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമാരസും കാസിമിറോയും പക്യോറ്റയും, ഡിഫൻസിലെ ഡാനിലോയും മാർക്കിഞ്ഞോസും ഗബ്രിയൽ മെഗലസും ഡഗ്ലസ് സാന്റോസും, ഗോൾ കീപ്പറായിട്ട് അലീസണും. ഇതാണ് ബ്രസീൽ ഇറക്കിയ നിര. കളിയുടെ തുടക്കത്തിൽ ബ്രസീൽ ചില നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും പിന്നാലെ ജപ്പാൻ വിട്ടുകൊടുക്കില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. കൃത്യമായ സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട് അവർ കളിക്കുന്നു. കളിയുടെ 29ാമത്തെ മിനിറ്റിൽ ആ ബോളുമായിട്ട് എങ്ങനെയാണ് കൈഷു സാനോ ഓടി കയറിയത് നോക്കണം. വളരെ ഫ്രീ ആയിട്ട് അങ്ങ് ഒഴുകിക്കയറുന്നു. ബ്രസീലിന്റെ ഡിഫൻസ് എവിടെ, ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഒരു കിടിലൻ ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് അടിച്ചങ്ങ് കയറ്റുന്നു സാനോ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ഗോളായിരുന്നു അത്. ബ്രസീൽ നിഷ്പ്രഭമായി പോകുന്ന അവസ്ഥ, വല്ലാത്ത ഒരു ആവേശം സാമുറായി ബ്ലൂ ആ സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കുന്നു. ബ്രസീലിന് മടങ്ങി വരവില്ലേ? ജപ്പാന്റെ വലയിൽ ബ്രസീലിന് പന്തെത്തിക്കാൻ പറ്റില്ലേ? ശ്രമങ്ങൾ ബ്രസീൽ നടത്തുന്നു ആദ്യ പകുതിയിൽ. പിന്നീട് അങ്ങോട്ട് നിരന്തര ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുമ്പോഴും ഫൈനൽ തേർഡിലേക്ക് ബോളുകൾ എത്തുന്നില്ല. പറയാൻ 8 ഷോട്ടുകളൊക്കെ ഉണ്ടായി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നല്ലാതെ പലതും ഫീബിൾ ആയിട്ടുള്ള ലോങ് റേഞ്ച് ഷോട്ടുകളായിരുന്നു. ഫൈനൽ തേർഡിലേക്ക് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ എത്തുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. രണ്ടാം പകുതിയിൽ മാറ്റങ്ങളില്ലെങ്കിൽ ബ്രസീലിന് പണി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അത് കണ്ടറിഞ്ഞുകൊണ്ട് കോച്ച് മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ ആദ്യ പകുതി കഴിയുമ്പോഴുള്ള ബ്രസീലിന്റെ കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ആബ്സല്യൂട്ട്ലി പത്തറ്റിക് ഫസ്റ്റ് ഹാഫ് എന്നാണ് ഒരു ബ്രസീലിന് ആരാധകന് പറയാൻ പറ്റുക. വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാസിമിറോയും ഡാനിലോയും എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്? രണ്ടുപേരും യെല്ലോ കാർഡുകൾ വാങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടായി. കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഏതായാലും തിരികെ വരാനുള്ള അവസരമുണ്ട്. പക്ഷേ ജപ്പാൻ 5 ഡിഫൻഡർമാരെ വെച്ച് കളിക്കുമ്പോൾ അത് പൊളിക്കാൻ കപ്പാസിറ്റിയുള്ള മുന്നേറ്റത്തിനെ വേണം, ക്രിയേറ്റ് ചെയ്യണം. വിനി ജൂനിയർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം. അദ്ദേഹം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇതാണ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഓരോ ബ്രസീലിയൻ ആരാധകരുടെയും മനസ്സിലുണ്ടായിരുന്നു. അത് കണ്ടറിഞ്ഞ വണ്ണം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പക്വറ്റയെ പിൻവലിച്ചുകൊണ്ട് ഇറക്കി എൻട്രിക്കിനെ കളിക്കളത്തിലേക്ക് കാർലോ ആഞ്ചലോട്ടി. പിന്നീട് നടക്കുന്നത് എന്താ? ബ്രസീൽ നിരന്തരം ആക്രമിക്കുന്നു. ജപ്പാന്റെ ഗോൾ മുഖം വിറക്കുന്നു. 11 പേരെയും തങ്ങളുടെ ബോക്സിലേക്ക് അണിനിരത്തിക്കൊണ്ട് ജപ്പാൻ ബ്രസീലിന്റെ ആക്രമണങ്ങൾ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ പലപ്പോഴും അത് ശരിക്ക് ഗോൾ മുഖം വിറച്ചു. തുരുതുര ക്രോസുകൾ വരുന്നു രണ്ട് ഭാഗത്തു നിന്നും. പക്ഷെ ജപ്പാൻ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഗോൾ കീപ്പർ പോലും ഇല്ലാത്ത പോസ്റ്റിൽ നിന്നൊക്കെ ക്ലിയർ ചെയ്തു പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു കിടിലൻ ക്രോസ് ഗബ്രിയൽ മെഗലസിൽ നിന്ന്. അതുവരെ തൊട്ടതെല്ലാം പിഴച്ച കാസമിറോ അപ്പോ തൊട്ടതെല്ലാം പിഴക്കുകയല്ല, തൊട്ടതെല്ലാം പൊന്നാക്കും എന്ന അവസ്ഥയിലേക്ക് മാറ്റിയത്. ഹെഡാക്കി ഒരു ഹെഡർ പന്ത് വലയിലേക്ക്. 1-1 ബ്രസീൽ ഒന്ന് ആശ്വസിച്ചു. മറുഭാഗത്ത് നീക്കങ്ങൾ ചിലതൊക്കെ ജപ്പാൻ നടത്തി നോക്കി. പക്ഷേ ബ്രസീൽ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. നിരന്തര ആക്രമണങ്ങളിലേക്ക് ബ്രസീൽ കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഗോൾ വന്നേ പറ്റൂ എന്നുള്ളതായിരുന്നു അവർ ആഗ്രഹിച്ചത്. 66ാമത്തെ മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞയെ പിൻവലിച്ചുകൊണ്ട് ഗബ്രിയൽ മാർട്ടിനെല്ലിയെ കോച്ച് കളിക്കളത്തിലേക്ക് വിടുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ നിന്ന് ബ്രസീൽ വിജയത്തിലേക്കുള്ള വഴി ഒരുക്കി കൊണ്ടുപോവുകയായിരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ അതിനുശേഷം ബ്രസീൽ നീക്കങ്ങൾ വീണ്ടും തുടരുന്നു. ഇടക്കൊക്കെ ജപ്പാന്റെ ഭാഗത്തും നീക്കങ്ങൾ ഉണ്ടായെങ്കിലും നേരത്തെ പോലെ ഗോൾ മണമുള്ള നീക്കങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേസമയം മറുഭാഗത്ത് സുസൂക്കിക്ക് ഒരുപാട് പണിയുണ്ടാക്കുകയും ചെയ്തു ബ്രസീൽ. കാസമിറോക്ക് പരിക്ക് പറ്റി പുറത്തു പോകുന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ്
ആ ഒരു ഗോൾ പിറക്കുന്നത് പന്ത് റാഞ്ചി എടുത്തിട്ട് ബ്രൂണോ ഗുയിമാരസിലേക്ക് എത്തിക്കുന്നു. ബ്രൂണോ ഗുയിമാരസ് മനോഹരമായിട്ട് പെനാൽറ്റി ബോക്സിൽ നിൽക്കുന്ന ഗബ്രിയൽ മാർട്ടിനിലേക്ക് എത്തിക്കുന്നു. അദ്ദേഹം അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു. യെസ് ബ്രസീൽ ആ മത്സരം വിജയിക്കുന്ന കാഴ്ച. രണ്ടാം പകുതിയിൽ ബ്രസീലായി തന്നെ പറയണം. പക്ഷെ അപ്പോഴും ചങ്കുറപ്പോടുകൂടി നിറഞ്ഞു നിന്ന് ഡിഫെൻഡ് ചെയ്ത ജപ്പാനുണ്ടല്ലോ, അവർ കയ്യടി അർഹിക്കുന്നു. പക്ഷേ ബ്രസീലിന്റെ അനിവാര്യമായ വിജയത്തെ തടയാൻ അവർക്കാകുമായിരുന്നില്ല. ഇനി അങ്ങ് റൗണ്ട് ഓഫ് 16 ബാക്കി കാണാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.